Hi, hello everyone, welcome to our chapter. Today we are discussing the chapter Sexual Reproduction in Flowering Plants. So in first chapter we discussed what is reproduction and the type of reproduction. Okay, so the reproduction is two types mainly, asexual reproduction and sexual reproduction. Asexual reproduction are in different types in different അതായത് ഓർഗാനിസത്തിനെ ബേസ് ചെയ്തിട്ട് ഓരോ ഓർഗാനിസത്തിനും asexual reproduction എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. Okay, so for the asexual reproduction it requires a single parent, but for the sexual reproduction it requires both parents. Okay, spermum വേണം അതുപോലെ തന്നെ ഓവം വേണം എന്താണ് gametes ആയിട്ട്. So here we are discussing the sexual reproduction in flowering plants, that means angiosperms. Okay, so flower എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലവർ എന്ന് പറയുന്നത് നല്ല കളേർഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഷേപ്പ് ആയിട്ടുള്ള, പിന്നെ ചില ഫ്ലവേഴ്സിന് സ്മെല്ല് സെൻറ്റഡ് ആയിരിക്കും അല്ലെ, പോളിനേഷന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനത്തെ സ്മെല്ലുകളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലവർ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഫ്ലവേഴ്സ് ആർ അട്രാക്റ്റീവ് ആണ് അല്ലെ. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, തലാമസ്, സ്റ്റേമൻ, കാർപ്പൽ ഓർ പിസ്റ്റിൽ. കാർപ്പൽ അല്ലെങ്കിൽ വേറെ പേരാണ് എന്ത്, പിസ്റ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ആ ടിപ്പിക്കൽ ആയിട്ടുള്ള ഫ്ലവറിന് ഇത്രയും പാർട്സ് വേണം. ഏതൊക്കെ വേണം, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, തലാമസ്, സ്റ്റേമൻ, കാർപ്പൽ. ഓക്കെ, കാർപ്പൽ അതല്ലെങ്കിൽ എന്ത് വിളിക്കാം, നമുക്ക് പിസ്റ്റിൽ എന്ന് വിളിക്കാം. ഇതെന്താണ് നമ്മുടെ ടിപ്പിക്കൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്ക്, ഇവിടെ ഈ കാണുന്ന പോർഷനില്ലേ, ഇവിടെ റൗണ്ടർ പോർഷൻ, ഇതിനെ പറഞ്ഞ പേരാണ് തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ എന്ന് പറഞ്ഞ പോർഷൻ അല്ലേ. ഈ ഗ്രീൻ കളർ പോർഷൻ അത് ബഡായിരിക്കുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ പോർഷൻ എന്ത്, സെപ്പൽ എന്ന് പറയുന്നത്. ഇനി ഇതാണ് അതിൻ്റെ എന്ത്, പെറ്റൽ എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ പെറ്റൽ എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കി നോക്ക്, ഇത് കണ്ടോ ഈ പോർഷൻ ഇവിടെ, ഇതാണ് അതിൻ്റെ ഓവർ എന്ന് പറയുന്നത്. ഇത് ഓവറിൽ നിന്ന് നീണ്ടു പോകുന്നൊരു ഒരു തണ്ട് പോലത്തെ ഇല്ലേ, അതാണ് എൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. സ്റ്റൈലിൻ്റെ മേലെയാണ് ആരുണ്ടാവുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പോർഷൻ ആയിട്ടുള്ള സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റിഗ്മ ഇനി ഇവിടുന്ന് നമുക്ക് കവർ ചെയ്തിട്ട് ഇത് കണ്ട ഈ റെഡ് കളർ പോർഷൻസ്, ഗ്രീൻ കളർ തണ്ടും റെഡ് കളർ കണ്ടോ, ഇതെന്താണ് അതിൻ്റെ ആന്തർ അല്ലേ. ഇതാണ് അതിൻ്റെ ആന്തർ എന്ന് പറയുന്നത്. ഈ ആന്തറിനെ കണക്ട് ചെയ്തിട്ട് എന്തുണ്ട്, അവിടെ ഫിലമെന്റ്സ് ഉണ്ട്. അപ്പോൾ ആന്തറും ഫിലമെന്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ പോർഷന് പറഞ്ഞ പേരാണ് എന്ത്, സ്റ്റേമൻ. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു പറയുന്നത്, അതിന് കാലിക്സ് വേണം, കൊറോള വേണം. കൊറോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റലാണ് കേട്ടോ. കൊറോള വേണം, അതുപോലെ തന്നെ ആൻഡ്രീഷ്യം വേണം, ഗൈനീഷ്യം വേണം, പിന്നെ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള തലാമസ് ഉണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ കാലിക്സ് എന്ന് പറയുന്ന പോർഷനാണ് എന്ത് പറയുന്നത്, നമ്മുടെ സെപ്പൽ എന്ന് പറയുന്നത് കേട്ടോ. സെപ്പൽ, പെറ്റൽ കൊറോള പറഞ്ഞു, പിന്നെ റിസപ്റ്റക്കിൾ എന്ന് പറയുന്നത് തലാമസ് പോർഷൻ പറഞ്ഞു, പിന്നെ ഫിലമെന്റ്. ഡയഗ്രം നോക്കുക, ഫിലമെന്റ്, ആന്തർ ഫിലമെന്റ് കൂടി ചേർന്നല്ലോ, അതിനെ പറഞ്ഞ പേര് എന്താണ്, സ്റ്റേമൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി, ഇത് മൂന്നും കൂടി ചേർന്നാൽ പറഞ്ഞ പേരാണ് എന്ത്, കാർപ്പൽ. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഇത് മൂന്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, കാർപ്പൽ എന്ന്. ഇപ്പൊ ക്ലിയർ ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആൻഡ്രീഷ്യ എന്ന് പറഞ്ഞത് എന്താ, അപ്പൊ ഈ സ്റ്റേമൻ എന്ന് പറയുന്നത് ആ ഫ്ലവറിൻ്റെ മെയിൽ പോർഷനാണ് അല്ലെ. കാർപ്പൽ എന്ന് പറയുന്നത് ആ ഫ്ലവറിൻ്റെ ഫീമെയിൽ പോർഷനാണ്. അപ്പോൾ ആൻഡ്രീഷ്യ എന്ന് പറയുന്നത് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ യൂണിറ്റാണ് സ്റ്റേമൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ആന്തർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിലമെന്റ് ഉണ്ടായിരിക്കും. ഈ ആന്തറിൽ കണക്ട് ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും, ഒരു കണക്റ്റീവ് ടിഷ്യൂവും കൂടെ ഉണ്ടായിരിക്കും. ക്ലിയർ? അപ്പോൾ ആന്തറും ഫിലമെന്റും കണക്റ്റീവ് ടിഷ്യൂവും കൂടെ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഫീമെയിൽ പോർഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ്, കാർപ്പലിൽ എന്തൊക്കെ കാണാം, സ്റ്റിഗ്മ, സ്റ്റൈൽ, അതുപോലെ തന്നെ ഓവറി. ക്ലിയർ ആയി വിചാരിക്കുന്നു, സ്റ്റിഗ്മ, സ്റ്റൈൽ, അതുപോലെ തന്നെ ഓവറി. ഓക്കെ, അപ്പോൾ ഞാനിത് ആ കാണിച്ചിത്രം തന്നെ ഒന്നുകൂടി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആൻഡ്രീഷ്യ ഉണ്ട്, മെയിൽ. ഇപ്പോൾ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പോർഷൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഫീമെയിൽ സാധാരണ ടിപ്പിക്കൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചറിലാണ് നമ്മൾ എന്താണ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഒക്കെ പറഞ്ഞു. ഇനി ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു മെയിൽ ഫ്ലവർ എടുക്കുകയാണെങ്കിൽ അവിടെ ഗൈനീഷ്യം ഉണ്ടായിരിക്കും ഇല്ല, ഒരു ആൻഡ്രീഷ്യം പോർഷൻ ഉണ്ടാവും അല്ലേ. അതാണ് മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റേമൻ ഉണ്ടാവും, അതുപോലെ തന്നെ ആന്തർ ഉണ്ടാവും, അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂസുകൾ. അപ്പോൾ ഈ ആന്തർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ആന്തറിൽ 4 ലോബുകളുണ്ട്. ആന്തർ ലോബ് എന്ന് പറഞ്ഞാൽ 4 എണ്ണാണ്. അതിലെന്താ കാണാം, 4 മൈക്രോസ്പൊറാഞ്ചിയ. ആന്തർ ലോബ് എന്തൊക്കെ ഡയഗ്രം ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ആന്തർ ലോബ് എന്താ കാണാം, 4 എന്തുണ്ട്, മൈക്രോസ്പൊറാഞ്ചിയ. ഈ ഒരു മൈക്രോസ്പൊറാഞ്ചിയം അല്ലെ, മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയണമെങ്കിൽ പ്ലൂറലായി, അപ്പോൾ സിംഗുലർ ആയിട്ട് പറയണമെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയം. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനും 4 ലേയേഴ്സ് ആണുള്ളത്. എപ്പിഡെർമിസ്, എൻഡോതീസിയം അല്ലെങ്കിൽ മിഡിൽ ലേയേഴ്സ്, ടെപ്പീറ്റം. ഏതൊക്കെയായിരുന്നു, എപ്പിഡെർമിസ്, എൻഡോതീസിയം, മിഡിൽ ലേയേഴ്സ് ആൻഡ് ടെപ്പീറ്റം.
ആദ്യത്തെ 2 ലെയേഴ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. പിന്നത്തെ 2 ലെയേഴ്സ് ആണ് അതിന് ഡെഹിസൻസ്, പൊട്ടിപ്പോവാനും അതുപോലെ തന്നെ മെച്ചുറേഷനൊക്കെ സഹായിക്കുന്നത്. അതായത് മെച്ചൂർ ആകുമ്പോഴല്ലേ അതിൽ നിന്ന് പൂമ്പൊടി പുറത്തേക്ക് വരിക, അങ്ങനെ പുറത്തേക്ക് വരാനൊക്കെ സഹായിക്കുന്നത് ഏതാണ് മിഡിൽ ലെയറും അതുപോലെ തന്നെ ടെപ്പീറ്റുമാണ്. എപ്പിഡെർമിസ് എൻഡോത്തിക്കും എന്താ ഫംഗ്ഷൻ, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രൊട്ടക്ഷൻ ആണ്. പക്ഷെ ടെപ്പീറ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രീറ്റീവ് ഫംഗ്ഷൻ ആണ്. ടെപ്പീറ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രീറ്റീവ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? എന്തൊക്കെ നമ്മൾ പറഞ്ഞു? സ്റ്റേമിന്റെ അകത്ത് എന്തുണ്ട്? സ്റ്റേമിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്തറും ഫിലമെന്റും കണക്റ്റീവ് ടിഷ്യൂം കൂടി ചേർന്നാണ് സ്റ്റേമിൻ എന്ന് പറയുന്നത്. ആ ആന്തറിന്റെ അകത്ത് 4 ലോബുകളുണ്ട്. ആ 4 ലോബുകളെ കൂടി ചേർന്ന് പറഞ്ഞ പേരാണ് മൈക്രോസ്പോറാഞ്ചിയം എന്ന് പറഞ്ഞു. ഒറ്റയ്ക്കാണെങ്കിൽ മൈക്രോസ്പോറാഞ്ചിയം എന്ന് പറഞ്ഞു. ഓരോ മൈക്രോസ് പറഞ്ഞതിൽ 4 ലെയേഴ്സുകളുണ്ട്. എപ്പിഡെർമിസും എൻഡോത്തീക്കം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. ആദ്യത്തെ 2 ലെയർ ഫംഗ്ഷൻ വന്ന് പ്രൊട്ടക്ഷൻ ആണ് അല്ലെ, ഡേസൻസ് സമയത്തൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ടെപ്പീറ്റം എന്ന് പറഞ്ഞ ഇന്നമോസ്റ്റ് ലെയർ ഉണ്ട്, അതെന്ന് പറയുന്നത് ന്യൂട്രീറ്റീവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, മിഡിൽ ലെയറും കുറച്ച് എന്തുണ്ട്, ഫുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്നാലും മെയിൻ ആയിട്ട് നമ്മൾ ന്യൂട്രീറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെപ്പീറ്റത്തിനെയാണ്. ടെപ്പീറ്റം ഇസ് ദ ടെപ്പീറ്റം സെൽസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രീറ്റീവ് ഫംഗ്ഷൻ ആണ്. Sporogenous tissue are homogeneous and on maturation these potentially act as the microspore mother cell or pollen mother cell. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ മൈക്രോസ്പോറാഞ്ചിയയ്ക്ക് അകത്ത് കാണുന്ന ആ ടിഷ്യൂല് ആ ടിഷ്യൂകൾ എന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത് അതെല്ലാം എങ്ങനെയാണ്? ഹോമോജീനസ് ആണ്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാതും ഒരേപോലെയുള്ളതാണ്. സ്പോറോജീനസിന്റെ അകത്ത് കാണുന്ന ആ ഓരോ ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എങ്ങനെയാണ്? ഹോമോജീനസ് ആണ്, എല്ലാവരും ഒരേപോലെയാണ്. ഓക്കെ, അതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? പൊള്ളൻ മദർ സെൽസ്, അതല്ലെങ്കിൽ PMC എന്ന് വിളിക്കാം. നമുക്ക് പൊള്ളൻ മദർ സെല്ലിന് വിളിക്കുന്ന വാക്കാണ് PMC. നോക്ക്, ഇതാണ് നമ്മളെ ആന്തറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ആന്തറിന്റെ സ്ട്രക്ചർ നോക്കി നോക്കുക. ഇതാ ഈ 2 ആന്തർ നമ്മൾ കണക്ട് കണക്റ്റീവ് എന്ന് പറഞ്ഞു. ഇത് അതിന്റെ ഫിലമെന്റ് ആണ് അല്ലെ. ഈ ആന്തറിന്റെ അകത്ത് എന്താണ് കാണുക? പൊള്ളൻ സാക്സ് കാണാം. ഇതിനകത്ത് നോക്കി 1 2 3 4 ഇങ്ങനെ എന്തുണ്ട്? മൈക്രോസ്പോറാഞ്ചിയ കാണാണ് അല്ലെ. അതിനകത്ത് കാണുന്നതാണ് എന്ത്? മൈക്രോസ്പോറാഞ്ചിയ പറയുന്നത്. മൈക്രോസ്പോറാഞ്ചിയ എന്ന് പറയണമെങ്കിൽ അതിന് വേറൊരു പേരാണ്, നമുക്ക് എന്ത് വിളിക്കാം? പൊള്ളൻ ചാമ്പേഴ്സ് എന്ന് വിളിക്കാം. പൊള്ളൻ ചാമ്പേഴ്സ്, കാരണം അതിനകത്താണ് എന്ത് ഫോം ചെയ്യുക? പൊള്ളൻ ഗ്രാനുൾസ് ഫോം ചെയ്യുക. ഓക്കെ, അത് അപ്പോൾ ഇതിൻ്റെ പേര് പൊള്ളൻ ചാമ്പേഴ്സ്. അപ്പോൾ അതിന് 4 പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് പറഞ്ഞു. എന്തൊക്കെ നമ്മൾ 4 ലെയർ പറഞ്ഞത്? എപ്പിഡെർമിസ്, എൻഡോത്തീക്കം, മിഡിൽ ലെയർ, അതുപോലെ തന്നെ ടെപ്പീറ്റം എന്ന് പറഞ്ഞ 4 ലെയേഴ്സുകൾ അതിലുണ്ട്. ഇനി നോക്കി നോക്കൂ, ഇത് അതിൻ്റെ കുറച്ചും കൂടി ആ ചിത്രം ക്ലാരിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. കണക്റ്റീവ് ടിഷ്യൂ, എപ്പിഡെർമിസ്, എൻഡോത്തീക്കം, സ്പോറോജനസ് ടിഷ്യൂ, ടെപ്പീറ്റം എന്ന് പറഞ്ഞ് മിഡിൽ ലെയേഴ്സിന്റെ ചിത്രം കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കൂ, ഈ ഒരു പോർഷനില്ലേ, ഇത് നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസും എൻഡോത്തീക്കം ലെയറും അല്ലേ, ഇതിൻ്റെ എൻലാർജ് പിക്ചറാണിത്. ഇത് പൊട്ടിയിട്ട് പൊള്ളൻ ഗ്രെയിൻസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സഹായിക്കുന്നത് ഈ പോർഷനാണ്. എപ്പിഡെർമിസും അതുപോലെ തന്നെ എൻഡോത്തീസം സെൽസ് ആണ് ഇതിൽ നിന്നും പൊള്ളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു എന്ത്? പൊള്ളൻ ചാമ്പേഴ്സിൻ്റെ അകത്താണ് പൊള്ളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ പൊള്ളൻ മദർ സെൽസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നിന്നും മെറ്റീരിയൽ പുറത്തേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ എപ്പിഡെർമിസും അതുപോലെ തന്നെ ഈ എൻഡോത്തീക്കം ലെയറുമാണ് അതിനെ സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ഇതുപോലെ ഒരു വോൾ ഉണ്ടായി, അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരാൻ ചെയ്യുക. അപ്പോൾ ഈ ടെപ്പീറ്റം സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ന്യൂട്രീഷ്മെന്റ് ആണ്. അതുപോലെ തന്നെ മിഡിൽ ലെയർ എന്ത് ചെയ്യും? ഫുഡിനെ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എന്താ? മൈക്രോസ്പോറോജെനിസിസ്. ജെനിസിസ് എന്ന വാക്കിന്റെ അർത്ഥം എപ്പോഴും എന്താണ്? ഉണ്ടാവുക, നിർമ്മിക്കുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ മൈക്രോസ്പോറോജെനിസിസ് എന്തായിരിക്കും അതിനർത്ഥം ഉണ്ടാവുക? ഡെവലപ്മെന്റ് ഓഫ് മൈക്രോസ്പോർസ്. മൈക്രോസ്പോറുകൾ ഉണ്ടാവുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് മൈക്രോസ്പോറോജെനിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്? നമ്മളുടെ ആ ആന്തർ ലോബിന്റെ അകത്ത് പൊള്ളൻ മദർ സെൽസ് ഫോം ചെയ്യും ഇല്ലേ. ആ ഉണ്ടാകുന്ന പൊള്ളൻ മദർ സെൽസ് മിയോസിസിന് വിധേയമായിട്ട് അതിൽ നിന്നും മൈക്രോസ്പോർ ടെട്രാഡ്സ് അല്ലെങ്കിൽ പൊള്ളൻ ടെട്രാഡ്സ് പറയും. മൈക്രോസ്പോർ ടെട്രാഡ്സ് അതല്ലെങ്കിൽ പൊള്ളൻ ടെട്രാഡ്സ് ഫോം ചെയ്യും. അതാണ് എന്ന് പറയുന്നത് നമ്മളെ മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പ്രോസസ്സാണ് എന്ത്? മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോസ്പോർ ടെട്രാഡ് സെപ്പറേറ്റ് റിസൾട്ട്സ് പൊള്ളൻ ഗ്രെയിൻസ്. ഈ മൈക്രോസ്പോർ ടെട്രാഡിനെ ഒരുമിച്ചിരിക്കുന്നത് അത് എന്താ? സെപ്പറേറ്റ് ആവും. അത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാലാണ് അത് എന്തായി മാറുക? പൊള്ളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുക. അപ്പോൾ ഇതിന്റെ പ്ലോയിഡി നോക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു മൈക്രോസ്പോറാഞ്ചിയത്തിന്റെ അകത്ത് ഒരുപാട് എന്താണ്? തൗസൻഡ്സ് ഓഫ് എന്ത് കാണാം? പൊള്ളൻ ഗ്രെയിൻസ്
പ്രസന്റ് ആണ്. ക്ലിയർ ആയോ? നമുക്ക് ഒന്നും കൂടി ഫിഗർ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നോക്കൂ, ഇത് നമ്മൾ പറഞ്ഞു 4 ലെയേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് അതിന് മുന്നത്തെ ഒരു ലെയർ നോക്കി നോക്കി, ഇതാ പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ട്, ഇവിടെ പൊള്ളൻ സാക്സ് ഉണ്ട് ഇല്ലേ. പൊള്ളൻ സാക്സ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് പൊള്ളൻ മദർ സെൽസ് ഫോം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഒരു പൊള്ളൻ സാക്കിന്റെ അകത്ത് നിന്ന് തന്നെ എത്ര വരാം? തൗസൻഡ്സ് ഓഫ് എന്ത് വരാം? മൈക്രോസ്പോർസ് റിലീസ് ആവാം. ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം ദ പൊള്ളൻ മദർ സെൽ ഇറ്റ് ഈസ് നോൺ ആസ് മൈക്രോസ്പോറോജെനിസിസ്. ഓക്കെ, ഓൺ ദർ ഒക്കേഴ്സ് എന്താണ്? മിയോസിസ്. അപ്പൊ എന്താ ഫോം ചെയ്യണം അവിടെ? അതിന്റെ ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. അങ്ങനെ പൊള്ളൻ ടെട്രാഡ് അതല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ്സ് ഫോം ചെയ്യും. ഈ മൈക്രോസ്പോർ ടെട്രാഡ് ആണ് എന്തായിട്ട് മാറുന്നത്? പൊള്ളൻ ഗ്രെയിൻസ് ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പോൾ ഒരു പൊള്ളൻ ഗ്രെയിൻ ഫോം ചെയ്യുമ്പോൾ ആ പൊള്ളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞെങ്കിൽ അതിനെന്തൊക്കെ ഉണ്ടായിരിക്കും? ദ എക്സൈൻ എന്ന് പറഞ്ഞ ഔട്ടർ ലെയർ, ഇൻടൈൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ലെയർ, ജനറേറ്റീവ് സെൽസ്, ജേം പോർ, പിന്നെ ഇതിന്റെ അകത്ത് എന്തായിരിക്കും? സൈറ്റോപ്ലാസം. എന്തൊക്കെ ഉണ്ടാവും? എക്സൈൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇൻടൈൻ ഉണ്ടാവും, അതൊരു ജേം പോർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിനെന്തും കൂടി ഉണ്ടാവും? കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ ജനറേറ്റീവ് സെൽസുകളൊക്കെ ഉണ്ടായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പൊള്ളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയണമെങ്കിൽ അത് മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് എന്ന് പറയുന്നത് പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ഷേപ്പ് നോക്കി നോക്കിയാൽ സ്പെരിക്കൽ അല്ലേ അത്. പിന്നെ അതിന്റെ ഡയമീറ്റർ നോക്കുകയാണെങ്കിൽ ഒരു 20-25 മൈക്രോമീറ്റർ ആയിരിക്കും ഒരു പൊള്ളൻ ഗ്രെയിനിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഈ പൊള്ളൻ ഗ്രെയിനിന് 2 ലെയർ ഉണ്ട് പറഞ്ഞു. എക്സൈൻ ലെയർ ഉണ്ട്, അതുപോലെ തന്നെ ഇൻടൈൻ ലെയർ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് എന്തുണ്ട്? ഒരുപാട് സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ആണ് അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ, ഈ പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിലും, അതായത് ഓരോ സ്പീഷീസ് അനുസരിച്ച് ഒരു ഡിഫറെന്റ് സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞെങ്കിൽ സ്പെരിക്കൽ തന്നെ, അതിൽ തന്നെ കുറച്ച് ഡീവിയേഷൻസ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ എക്സൈൻ എന്ന് പറഞ്ഞെങ്കിൽ ഔട്ടർ ആണ്, അതുപോലെ തന്നെ സ്പൈനി ആണ്. ഓക്കെ, അതിൽ ഒരു കോംപ്ലക്സ് ആയിട്ട് സബ്സ്റ്റൻസ് ഉണ്ട്, സ്പോറോപൊള്ളനിൻ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഈ സ്പോറോപൊള്ളനിൻ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ആണ് അതിനെ ഹൈലി ടെമ്പറേച്ചർ ആയിട്ടുള്ള ഹൈ ടെമ്പറേച്ചറോ അതുപോലെ തന്നെ ആസിഡ്സോ ആൽക്കലി കണ്ടീഷനോ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം ആ പൊള്ളൻ ഗ്രെയിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എക്സൈൻ ആണ്. കാരണം അതല്ലേ ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻടൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്നറിലെ തിൻ ലെയർ ആണ്. അതുണ്ടാക്കിയിരിക്കുന്നത് സെല്ലോസ് കൊണ്ടും പെക്റ്റിൻ കൊണ്ടാണ്. Okay, cytoplasm of pollen grain is enveloped by plasma membrane and also possesses the haploid nucleus. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പൊള്ളൻ ഗ്രെയിൻ എന്ന് പറയണമെങ്കിൽ സ്പെരിക്കൽ ഷേപ്പാണ്. ഓരോ ഓർഗാനിസത്തിലും അത് മാറിപ്പോവാം. 25-50 മൈക്രോമീറ്റർ, 25 മുതൽ 50 മൈക്രോമീറ്റർ ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. 2 ലെയർ ഉണ്ട്, എക്സൈൻ ലെയറും ഉണ്ട്, അതുപോലെ തന്നെ ഇൻടൈൻ ലെയർ ഉണ്ട് പറഞ്ഞു. എക്സൈൻ എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ പറഞ്ഞു? എക്സൈൻ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് സ്പൈനി ആണ്. അതിനകത്ത് എന്തുണ്ട്? സ്പോറോപൊള്ളനിനുണ്ട്. സ്പോറോപൊള്ളനിൻ സബ്സ്റ്റൻസ് എന്താ ഫംഗ്ഷൻ? റെസിസ്റ്റ് ചെയ്യുക. ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്സ്, ആൽക്കലി അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ള 4 ഫംഗ്ഷൻ സ്പോറോപൊള്ളനിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻടൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻടൈൻ എന്ന് പറയുന്നത് ഇന്നർ ലെയർ ആണ്. അതിന്റെ അകത്ത് എന്തുണ്ട്? സെല്ലോസും അതുപോലെ തന്നെ പെക്റ്റിൻസും ഉണ്ട്. ഓക്കെ, ഇനി സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോപ്ലാസം അതുപോലെ അതിന് കവർ ചെയ്തിട്ട് പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. അതിന്റെ അകത്തും എന്തുണ്ട്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസുകളുണ്ട്. ഓക്കെ, അറ്റ് സർട്ടൻ റീജിയൻസ് ഓഫ് എക്സൈനീസ് നമ്മൾ പറഞ്ഞ നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇവിടെ ജേം പോർ എന്ന് പറയണമെങ്കിൽ എന്താ? ഗ്യാപ്പ് അല്ലെങ്കിൽ ഹോൾ എന്ന് അർത്ഥം. അപ്പൊ ഈ എക്സൈൻ്റെ ഫുള്ളായിട്ട് കവർ ചെയ്യാണ്ട് ചില സ്ഥലത്ത് ഒരു ഗ്യാപ്പ് കാണാം. ഓക്കെ, ആ ഗ്യാപ്പിന് പറഞ്ഞ പേരാണ് ജേം പോർസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയായിരിക്കും? അതിൽ നിന്ന് പൊള്ളൻ ഗ്രെയിൻസ്, അപ്പോൾ പൊള്ളൻ ഗ്രെയിൻസ് അതിൽ നിന്നും എന്താ പറയുക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും എന്താ ആ ജേം പോർസ് അവിടെ അതിനെ സഹായിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഹാർഡായിട്ടുള്ള ഈ സ്പോറോപൊള്ളനില്ലേ ആ പൊള്ളൻ ഗ്രെയിൻസിനെ എന്താ നമ്മൾ ഫോസിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഫോസിൽസ് എന്താ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ? ഇവല്യൂഷൻ സ്റ്റഡി ചെയ്യാനുള്ള മാർക്കാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ പൊള്ളൻ ഗ്രെയിൻ പോലും നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പോറോപൊള്ളൻ എന്ന് പറയുന്നത് അത്രയും എന്താണ്? ഒരു സ്ട്രോങ് ആണ്, പ്രിസർവ് ചെയ്ത് വെക്കും. അവരുടെ ഉള്ളിലെ കണ്ടന്റ് മെറ്റീരിയലിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നത് നമ്മളുടെ സ്പോറോപൊള്ളനിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എക്സൈനെ കവർ ചെയ്തിട്ട് സ്പോറോപൊള്ളനുണ്ട്. ഇൻടൈൻ്റെ അകത്ത് എന്തൊക്കെയാണ്? സൈറ്റോപ്ലാസം, സെല്ലുലോസും അതുപോലെ തന്നെ പെക്റ്റിനും. സൈറ്റോപ്ലാസിനെ കവർ ചെയ്തിട്ടുണ്ട് പ്ലാസ്മ മെമ്പറൈൻ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. എഴുതാ എക്സൈൻ, സ്പോറോപൊള്ളനിൻ, ഇൻടൈൻ, അലർജൻ. ഇനി അലർജൻ എന്ന് പറഞ്ഞാൽ എന്താ? അലർജിക്ക് കാരണമാകുന്ന സബ്സ്റ്റൻസ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? അലർജൻസ് എന്ന്. സബ്സ്റ്റൻസ് വിച്ച് കോസ് അലർജി, ദാറ്റ് ഈസ് നോൺ ആസ് അലർജൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പൊള്ളൻ ഇൻഗ്രീഡിയൻസ് ചിലവർക്ക് എന്താണ്? അലർജിക്ക് കാരണമാകും. അത് ആസ്മ ആവാം, ബ്രോങ്കൈറ്റീസ്, അതായത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ് അധികം ഉണ്ടാകുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇതൊക്കെ ഉണ്ട്, പാർത്തീനിയം
ഹിസ്ട്രോഫോറസ് എന്ന് പറഞ്ഞത് ഒരു ക്യാരറ്റ് ഗ്രാസ് പ്ലാന്റ് എന്ന് പറയും, പാർത്തീനിയം ഹിസ്ട്രോഫോറസ്. അത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അവിടെ എന്തുണ്ടാവും, ഈച്ചിങ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് ഡെർമറ്റൈറ്റിസിന്റെ, അതായത് ഡെർമറ്റൈറ്റിസ് എന്താ, സ്കിൻ പ്രോബ്ലം അല്ലേ, സ്കിന്നിൽ പ്രോബ്ലം വരാം. പിന്നെ അത് റെസ്പിറേഷനും അതുപോലെ തന്നെ ബാധിക്കാം. ഏതാണത്, പാർത്തീനിയം ഹിസ്ട്രോഫോറസ്, പാർത്തീനിയം ഹിസ്റ്ററോഫോറസ്. ക്ലിയർ ആയോ, പാർത്തീനിയം ഹിസ്റ്ററോഫോറസ്. ഓക്കെ. പക്ഷെ ഈ പൊള്ളൻ ഗ്രെയിൻസ് ഹാംഫുൾ ഒന്നല്ല, ഈ പൊള്ളൻ ഗ്രെയിൻസ് എൻറിച്ച്ഡ് വിത്ത് ന്യൂട്രിയൻസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പൊള്ളൻ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സിറപ്സ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. പൊള്ളൻ ഫുഡ് സപ്ലിമെന്റ്സ് ആർ ഫോൺ ടു ബി എഫക്റ്റീവ് ഇൻ ഇൻക്രീസിംഗ് ദ പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ്. അതായത് അത്ലറ്റ്സുകളും അതുപോലെ തന്നെ റേസ് ഹോഴ്സസ് ഒക്കെ ഇല്ലേ, അവരുടെ ഒക്കെ ആ പ്രോസസ്സ് കൂട്ടാൻ വേണ്ടി എഫക്റ്റീവായിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്, പൊള്ളൻ ഫുഡ് സപ്ലിമെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഒരു ഉത്തേജകം എന്ന പോലെ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ പൊള്ളൻ സപ്ലിമെന്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പൊള്ളൻ എന്ന് പറയുന്നത്, പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ റിച്ച് വിത്ത് എന്താണ്, ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ എന്ത് ഉപയോഗിക്കാം, പൊള്ളൻ ടാബ്ലറ്റ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ സിറപ്സ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ടേം അവിടെ കൊടുത്തിട്ടുണ്ട്, പൊള്ളൻ വയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പൊള്ളൻ വയബിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അത് ഓരോ ഓർഗാൻസിനും പൊള്ളൻ വയബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. പൊള്ളൻ വയബിലിറ്റി വാരീസ് ഫ്രോം ഫ്യൂ മിനിറ്റ്സ് ആസ് 30 minutes in rice and wheat to several months in some members of the family Rosaceae, Leguminosae and Solanaceae. Pollen grains are stored in liquid nitrogen. അങ്ങനെ ലിക്വിഡ് നൈട്രജനിൽ പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, എന്ത്, നമ്മൾ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ലിക്വിഡ് നൈട്രജൻ നമ്മൾ പൊള്ളൻ ഗ്രെയിൻസിന് സൂക്ഷിച്ചു വെക്കുക. -196 ആണ് നമ്മൾ ആ ലിക്വിഡ് നൈട്രജനിൽ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ആ സംരക്ഷിച്ച് വയ്ക്കുന്ന പൊള്ളൻ ഗ്രെയിൻസിനെ ആ പറഞ്ഞ പേരാണ് പൊള്ളൻ ബാങ്ക് എന്ന്. അപ്പോൾ പൊള്ളൻ വയബിലിറ്റി ഒന്ന് എന്താ, പൊള്ളൻ വയബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും ഓരോ ഓർഗാനിസത്തിനും. ചിലപ്പോൾ ഒരു 30 minutes അല്ലെങ്കിൽ ഒരു ഫ്യൂ മിനിറ്റ്സ് ടു 30 minutes ആയിരിക്കും റൈസ് വെറൈറ്റിയിൽ. ചിലപ്പോൾ കുറേ മന്ത് വരെ നിൽക്കാം എവിടെ, വീറ്റ് ഫാമിലിയിൽ. അതുപോലെ തന്നെ നമ്മളുടെ റോസിയേസിയ ഫാമിലി, ലെഗുമിനേസിയ, സോളനേസിയ ഫാമിലിയിലൊക്കെ ഒരുപാട് കാലം വേണമെങ്കിൽ എന്ന് നിൽക്കാം. പൊള്ളൻ വയബിലിറ്റി ഉണ്ടാവും. അത് ഓരോ ഓർഗാനിസം അല്ലെങ്കിൽ സ്പീഷീസ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അതിന് നമ്മളുടെ പൊള്ളൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, പൊള്ളൻ ഗ്രെയിൻസിന് സ്റ്റോർ ചെയ്യുക. എവിടെ സ്റ്റോർ ചെയ്യുന്നത്, ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചർ എത്രയാണ്, -196 ആണ് എന്ത്, ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പൊള്ളൻ ഗ്രെയിൻസിന് പറഞ്ഞ പേരാണ് എന്ത്, പൊള്ളൻ ബാങ്ക്. ക്ലിയർ ആയില്ല. ഇത് നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ ആ സ്ട്രക്ചർ തന്നെയാണ്, നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നും കൂടിയും ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പൊള്ളൻ പ്രൊഡക്ട്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പൊള്ളൻ പ്രോഡക്ട്സ്. ഇനി മെയിൽ ഗാമറ്റോജെനിസിസ്. മെയിൽ ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞെങ്കിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുക അല്ലെ, ഗാമേറ്റ്സുകൾ ഫോം ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത് എവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക, ആന്തറിന്റെ അകത്ത് എവിടെ, പൊള്ളൻ ഗ്രെയിൻസ് അല്ലെ. മെയിൽ ഗാമേറ്റ്സ് ഡെവലപ്പ് വിത്തിൻ ദ പൊള്ളൻ ഗ്രെയിൻസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പൊള്ളൻ ഗ്രെയിൻ നമുക്ക് എന്ത് വിളിക്കാം, മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത് ആര് തന്നെയാണ്, പൊള്ളൻ ഗ്രെയിൻസ് തന്നെയാണ്. നമ്മൾ മെച്ചൂർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊള്ളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യാൻ തുടങ്ങും, അത് അതിലെ വെജിറ്റേറ്റീവ് സെൽസും കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ ജനറേറ്റീവ് സെൽസ്. ആ വെജിറ്റേറ്റീവ്, ഞങ്ങളുടെ ഇതിന്റെ വെജിറ്റേറ്റീവ് സെൽസ് അതുപോലെ തന്നെ ജനറേറ്റീവ് സെൽസ്. ഓക്കെ, വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത് ലാർജ് ആണ്, മാത്രമല്ല അബൻഡന്റ് സ്റ്റോർ, അതായത് ഒരുപാട് ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നെ അതിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇറഗുലർ ഷേപ്പിലായിരിക്കും. ഓക്കെ, ജനറേറ്റീവ് സെൽ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ അകത്തെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സ്പിൻഡിൽ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഒരുവിധം ആൻജിയോസ്പേംസ് ഒക്കെ അതിന്റെ ഈ 2 സ്റ്റെൽ സ്റ്റേജിൽ, ഈ പൊള്ളൻ ഗ്രെയിൻസിന്റെ ഈ 2 സ്റ്റെൽ സ്റ്റേജിൽ എന്ത് ചെയ്യും, കൊഴിഞ്ഞു വീഴും. ഓക്കെ, the generative cells floats in vegetative cell. If generative cells gives rise to 2 male gametes soon after its maturation, then the pollen grains are shed at 3-celled stage. The formation of male gametes from the generative nucleus is known as gametogenesis. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താ പറയുന്നത്, അപ്പൊ നമ്മള് പൊള്ളൻ ഗ്രെയിൻസിന്റെ അകത്ത് അത് മെച്ചൂർ ആകുമ്പോൾ രണ്ട് സെല്ല് ഫോം ചെയ്യും അല്ലെ, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. അതിൽ വെജിറ്റേറ്റീവ് സെല്ല് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, അബൻഡന്റ് ആയിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. മാത്രമല്ല അതിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഷേപ്പ്, ഇറഗുലർ ഷേപ്പിലായിരിക്കും. ജനറേറ്റീവ് സെല്ല് എന്ന് പറഞ്ഞെങ്കിൽ അത് സ്പിൻഡിൽ ഷേപ്പിലായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ഒരു 60% ആൻജിയോസ്പേംസ് ഈ 2 സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, കൊഴിഞ്ഞ് വീഴും. ഓക്കെ, അപ്പോൾ അത് കൊഴിഞ്ഞ് വീഴാത്ത ബാക്കിയുള്ള ആൻജിയോസ്പേംസ് ഇല്ലേ, അതെന്താ ചെയ്യണമെങ്കിൽ അതിലെന്ത് ചെയ്യുന്നു, ഈ ജനറേറ്റീവ് സെൽസ് വീണ്ടും എന്തെങ്കിലും ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എത്ര സെല്ലുകളായി, വെജിറ്റേറ്റീവ് സെല്ല് ജനറേറ്റീവ് സെല്ല് ഓൾറെഡി ഉണ്ട്. ആ ജനറേറ്റീവ് സെല്ല് തന്നെ വീണ്ടും ഡിവിഷൻ വന്നു അല്ലെ. അപ്പൊ 3 സെല്ല് സ്റ്റേജ് ആയി. ഓക്കെ, ആ 3 സെല്ല് സ്റ്റേജ് അല്ലെങ്കിൽ അവിടെ ന്യൂക്ലിയസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് എന്ത്, മെയിൽ ഗാമറ്റോജെനിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെച്യൂർ ആയിട്ടുള്ള ആന്തർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു 2 ചേംബർ ഉണ്ടായിരിക്കും. മെച്യൂർ ആന്തർ ഹാസ് 2 chambers due to the disorganization of the wall layers between the 2 microsporangia of each anther lobe.
When the pollen matures, the anther breaks and the pollen grains are liberated through the stomium of the anther wall. Pollen grains are liberated in the form of yellow dust for pollination. ഓക്കെ, അപ്പോൾ 2 സെൽ സ്റ്റേജ് കഴിഞ്ഞു, 3 സെൽ സ്റ്റേജ് ആണ്, മെച്യൂർ സ്റ്റേജ് വന്നു. ആ 3 സെൽ സ്റ്റേജ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പ്രോസസ്സാണ് എന്ത് മെയിൽ ഗാമറ്റോജൻസിസ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ അത് പൂർണ്ണമായി കഴിഞ്ഞാൽ അതിൻ്റെ മെച്ചുറേഷൻ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്ത് വേണം, ഈ പൊള്ളൻ ട്യൂബ്, ആ പൊള്ളൻ ഗ്രെയിൻസ് ഇല്ലേ അതെന്തെങ്കിലും പുറത്തേക്ക് വരണം അല്ലേ. അങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ആ ആന്തറിൻ്റെ ആ വോളിൽ സ്റ്റോമിയം എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, ഇഫ് ദ ആന്തർ ബ്രേക്സ് ആൻഡ് പൊള്ളൻ ഗ്രെയിൻസ് ആർ ലിബറേറ്റഡ് ടു ദ സ്റ്റോമിയം. ആ സ്റ്റോമിയം എന്ന് പറഞ്ഞ പോർഷനിലൂടെയാണ് ആര് കടന്നു പോവുക, നമ്മളുടെ മെറ്റീരിയൽ കടന്നു പോവുക, പൊള്ളൻ ഗ്രെയിൻസ് കടന്നു പോവുക. അങ്ങനെ പൊള്ളൻ ഗ്രെയിൻസ് കടന്നു പോകുന്നത് എന്താണ്, അത് ഡസ്റ്റ് ഫോമിലായിരിക്കും അത് കടന്നു പോകുന്നത്. കാരണം എന്താ, വിൻഡ് പോളിനേഷൻ, അതല്ലെങ്കിൽ നമ്മളെ പ്രാണികളൊക്കെ വന്നിട്ട് അതിന് മേലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഈ പൊള്ളൻ ഗ്രെയിൻ നമ്മുടെ ചെമ്പരത്തി പൂക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ മോൾ യെല്ലോ കളർ വരില്ലേ, അതെന്താണ്, അതിൻ്റെ പൊള്ളൻ ഗ്രെയിൻസ് ആണ്. ഓക്കെ, ഈ പൊള്ളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞ് ലിബറേറ്റ് ചെയ്യുന്നത് ഒരു യെല്ലോ കളർ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ടാവുക. അതെങ്കിൽ പോളിനേഷൻ പ്രോസസ്സ് നടക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡ് ദിസ് പോർഷൻ. താങ്ക് യു. ക്ലിയർ ആയി വിചാരിക്കും. നമ്മളിപ്പോൾ ഈ പോർഷനിൽ മെയിൽ ഗാമറ്റോജൻസിസ് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ 2 സെൽ സ്റ്റേജിൽ 60% കൊഴിഞ്ഞു പോകും, ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ, 3rd സെൽ സ്റ്റേജ് ഫോം ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരു 3rd സെൽ സ്റ്റേജ് ഫോം ചെയ്താലാണ് അവിടെ നിന്ന് നടക്കുന്നത് മെയിൽ ഗാമറ്റോജൻസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. താങ്ക് യു.